ഹായ് ഗൈസ്, മക്കൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്താണ് സർപ്രൈസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോകുന്നത് തേരിയിലുള്ള സിറ്റി സെൻറ്ററിലേക്കാണ്. അവിടെ അവരെയും കാത്തൊരു സർപ്രൈസ് ഇരിപ്പുണ്ട്. ആ സർപ്രൈസ് എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ കൂടെ പോര്. നല്ല രസമല്ലേ ആകാശം കാണാൻ? നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് അത്രയും ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. എനിക്കറിയില്ല കാണുന്നവർക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും. ഞാനത് ചിന്തിച്ചിട്ടുമില്ല. സത്യത്തിൽ ഇതൊരു വ്ളോഗൊന്നും ആയിട്ട് നിങ്ങൾ കാണണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇങ്ങനെ പകർത്തി എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ പിന്നീട് കണ്ടു രസിക്കാലോ. സമയം ഇപ്പോൾ ഒരു 6:30 ആയിരുന്നു. അതുകൊണ്ടൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ സിറ്റി സെൻറ്ററിലേക്ക് വെച്ച് പിടിച്ചു. ഇപ്പോൾ പോകുന്നത് സിറ്റി സെൻറ്ററിലെ പാർക്കിംഗ് സ്ലോട്ടിലോട്ടാണ്. അവരോട് പറഞ്ഞത് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടിയാണ് സിറ്റി സെൻറ്റർ വരെ വന്നത് എന്നാണ്. ഇനി സർപ്രൈസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പറയേണ്ട കാര്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പിടികിട്ടും. ഇത് വോക്ക് സിനിമ തിയേറ്ററിൽ എന്തിനാണ് എല്ലാവരും വരുന്നത്? സിനിമ കാണാൻ. ആക്ച്വലി ഒരു ദിവസം മുന്നേ പപ്പ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് മോഹൻലാലിൻ്റെ ബറോസ് ബുക്ക് ചെയ്തിരുന്നു. അപ്പം നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. സിനിമ കാണാൻ പോകുന്നത് വരെ സർപ്രൈസ് പൊളിയാതെ പിടിച്ചു നിൽക്കണമല്ലോ. അപ്പം ഞങ്ങൾ അതിനു വേണ്ടി ഒരു കള്ളം പറഞ്ഞു. അതെന്താന്നല്ലേ, അവരെ പറ്റിക്കാൻ പപ്പ ഒരു ഫോൺ വന്നതുപോലെ അഭിനയിച്ചു. എന്നിട്ട് അവരോട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വരണ്ട്, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന്. ബോറടിച്ചിട്ട് തലയൊക്കെ ചൊറിയാൻ തുടങ്ങിട്ടോ. അതുകൊണ്ട് തന്നെ അധികം വെച്ചിരുന്നിട്ട് ആ സർപ്രൈസ് അങ്ങ് പൊളിച്ചു. അത്ര നേരം ഫ്രണ്ടിനെയും കാത്തുനിന്ന പപ്പ നേരെ പോയി മൂവി ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ കണ്ടോ? സത്യത്തിൽ ഇതൊരു സർപ്രൈസ് ആവുന്ന അവർ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ തീരാണ്. ഞങ്ങളുടെ കുഞ്ഞു സന്തോഷം കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. താങ്ക് യു.